ഹൃദയപൂർവ്വം ലാലേട്ടന്റെ സത്യൻ അന്തിക്കാടിന്റെ സംഗീതിന്റെ സോനു ടി പിയുടെ അങ്ങനെ ഒരുപാട് പേരുടെ സിനിമ വളരെ ലൈറ്റ് ഹാർട്ടഡ് എന്ന് പറഞ്ഞാൽ ഫീൽ ഗുഡ് മൂവിയാണ്. ഒരു നല്ല രസമുണ്ട് ലാലേട്ടന്റെ അഭിനയമൊക്കെ. ഒത്തിരി കൂടുതലായിട്ട് പറയുന്നില്ല. ഇത് സ്ലീപ്പർ സെൽസ് എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ, അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ഫാൻസ് എന്നൊക്കെ പറയത്തില്ലേ ലാലേട്ടന്റെ, അവരെല്ലാം വെളിയിലേക്ക് വീണ്ടും ഇറങ്ങാൻ വേണ്ടിയുള്ള സെറ്റപ്പ് എല്ലാം ഈ ഓണത്തോടനുബന്ധിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യൻ അന്തിക്കാട് വളരെ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളി ഒന്നുകൂടെ ഒന്ന് അപ്ഡേറ്റഡ് ആണ്. കാരണം സിനിമയുടെ ശൈലിയും അതായത് സിനിമയുടെ ആ ഒരു രീതികളെല്ലാം മാറിയിട്ടുണ്ട്. മാറ്റത്തിനോടൊപ്പം ചുവട് വെച്ച് സത്യൻ അന്തിക്കാടും പിന്നെ എന്നാ പറയുന്നത് വളരെ രസകരമായിട്ട് ലാലേട്ടൻ സംഗീത് കോംബോ ഭയങ്കര രസകരമായിട്ട് സംഭവമാണ്. ഒരു ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ സന്ദീപ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെയാണ് ലാലേട്ടൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ ലാലേട്ടനെ അതായത് സന്ദീപിനെ പരിചരിക്കാൻ വരുന്ന ഹോം നേഴ്സിൻ്റെ റോളിലേക്കാണ് സംഗീത് വരുന്നത്. രണ്ടുപേരും കൂടെ ചേരുമ്പോൾ അവിടെ വളരെ രസകരമായ രീതിയിൽ എന്താ പറയുന്നത് കുറേ നർമ്മങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അവർ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഇവരുടെ ഇടയിലേക്ക് ഒരു ക്യാരക്ടർ വരുന്നു. സത്യം പറഞ്ഞാൽ ഈ ലാലേട്ടൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് ഒരു മനുഷ്യപ്പറ്റില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അന്ന് ആ പുള്ളിക്കാരൻ ആരോടും ഒരു കടപ്പാടില്ലാത്ത ഒരു വ്യക്തിയാണ്. അതിൽ നിന്ന് കാര്യങ്ങൾ ഏകദേശം ഊഹിച്ചെടുക്കുക. ലാലേട്ടൻ മറ്റൊരാളുടെ ഹൃദയം സ്വീകരിച്ചു, അതിനുശേഷം ജീവിക്കുന്നു. അപ്പം അങ്ങനെ പോകുമ്പം മറ്റു കടപ്പാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് യാദൃശ്ചികമായിട്ട് ഒരാൾ ലാലേട്ടൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അവിടെ അത്യാവശ്യം സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വർക്കൗട്ട് ആകുന്നുണ്ട്. അതിനുശേഷം ലാലേട്ടൻ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. മുമ്പേ എത്തിയ ആളുടെ ഒപ്പം തന്നെ ഒരാൾ മുമ്പേ എത്തിയെന്ന് പറഞ്ഞല്ലോ, അവരുടെ ഒരു വിവാഹത്തിന് ലാലേട്ടൻ പങ്കെടുക്കാൻ പോവുകയും അവിടെ ഉണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെയാണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. വളരെ രസകരമായ രീതിയിൽ ഈ സിനിമ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഫ്രെയിംസും അടിപൊളിയാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലാലേട്ടൻ ഇതിനകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രസമാണ് പുള്ളിയെ കാണാനായിട്ട്. പിന്നെ പുള്ളിയുടെ ഭാവാഭിനയം ഒരു രക്ഷയില്ല. ഇതൊക്കെ എവിടെയോ നഷ്ടപ്പെട്ടു എന്ന് പണ്ട് ആരാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവർ തലയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം കണ്ണും വീഴ്ച. കാരണം അദ്ദേഹത്തിൻ്റെ എല്ലാം തീർന്നു എന്ന് പറഞ്ഞവരൊക്കെ വന്ന് ഒന്ന് തുടരും എന്ന സിനിമയിൽ കണ്ടതാണ്. അതേ സിനിമയിലേക്ക് എത്തുക എന്ത് രസമായിട്ടാണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന ഒന്നാം തരം ക്യാരക്ടർ എഡിറ്റിങ്ങും അതുപോലെ തന്നെ DOP ക്യാമറ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. സോനു ടി പിയുടെ ആണ് തിരക്കഥ, നല്ല എഴുത്താണ്. പിന്നെ നമ്മൾ സത്യൻ അന്തിക്കാടിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ലെജൻഡ് ഡയറക്ടറാണ്. അപ്പോൾ അങ്ങനെ ഇതിലേക്ക് കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ജനാർദ്ദനൻ വരുന്നുണ്ട്, ലാലു അലക്സിൻ്റെ ക്യാരക്ടർ അടിപൊളിയാണ്. അങ്ങനെ കുറച്ച് നല്ല നല്ല ക്യാരക്ടേഴ്സ് നമ്മൾ കണ്ട് പരിചയമുള്ള ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ട്. ലാലു അലക്സ് അടിപൊളിയാണ്, സിദ്ദിഖിൻ്റെ ക്യാരക്ടറുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും വളരെ രസകരമായ ഒരു സിനിമയാണ്. ഇത് തിയേറ്ററിൽ പോയി എല്ലാവരും കാണും, കാണാതിരിക്കത്തില്ലല്ലോ. ലാലേട്ടൻ്റെ ഒരു നല്ല സിനിമയ്ക്ക് മികച്ച അഭിപ്രായം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണാതിരിക്കുമോ? ഇല്ലല്ലോ, പോയി കാണുക.